10 വർഷത്തിലധികം ഡൽഹി ഭരിച്ച് അധികാരത്തിന് പുറത്തുപോയ ആം ആദ്മി പാർട്ടിയെ തുറന്നു കാണിക്കുകയാണ് BJP നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ രേഖ ഗുപ്ത ചെയ്യുന്നത്. അഴിമതി വിരുദ്ധ പാർട്ടിയായിട്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നത്. ഡൽഹി നിയമസഭയിലാണ് ആം ആദ്മി പാർട്ടിയെ രേഖ ഗുപ്ത തുറന്നു കാണിച്ചത്. ഡൽഹിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് രേഖ ഗുപ്ത ഡൽഹിക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ നിരവധി വാഗ്ദാനങ്ങൾ നടത്തി ഒന്നും പാലിച്ചില്ല. നിങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നു. നിങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് 45 കോടി രൂപ ഉപയോഗിച്ച് ശീഷ് മഹൽ ഉണ്ടാക്കി. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് നൽകുന്നു. നിങ്ങൾ സ്വർണത്തിന്റെ ടോയ്ലറ്റ് ഉണ്ടാക്കി. ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ടാക്കുന്നു. നിങ്ങൾ ഡൽഹിയെ ലണ്ടൻ നഗരമാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ട്രാഫിക് ജാമും പൂർത്തീകരിക്കാത്ത പദ്ധതികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നു. ഡൽഹിയെ ടൂറിസത്തിന് ഹബ്ബാക്കി മാറ്റാനാണ് ഇപ്പോഴത്തെ BJP സർക്കാർ ശ്രമിക്കുന്നത്. 177 കോടി രൂപയാണ് ട്രേഡ് ഫെയറിനായിട്ട് ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക ഹോൾ പണിയാൻ വേണ്ടി, അതിനെ ഒരു ടൂറിസം ഹബ്ബാക്കാൻ വേണ്ടി 177 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി നവീകരിച്ച 45 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച ശീഷ് മഹൽ കൊട്ടാരം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ്. അതിലൂടെ ജനങ്ങൾക്ക്, സർക്കാരിന് വരുമാനമുണ്ടാക്കാനാണ് ഡൽഹിയിലെ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് രേഖ ഗുപ്ത പറഞ്ഞത്. ഇപ്പൊ രേഖ ഗുപ്ത യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രതിഭാസത്തെ തുറന്നു കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു ഭാഗത്ത് അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് അവകാശപ്പെട്ട രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി, അവര് യഥാർത്ഥത്തിൽ അഴിമതിക്കാരായിട്ട്, ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ട്, അഴിമതി നടത്താനുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുകയായിരുന്നു ആം ആദ്മി പാർട്ടി ചെയ്തത്. ആം ആദ്മി പാർട്ടിയുടെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവന്ന CAG റിപ്പോർട്ട്, അവര് പബ്ലിഷ് ചെയ്യാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ നിയമസഭയിൽ വെക്കാൻ മടിച്ചിരുന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുകയാണ് BJPയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ചെയ്തത്.